3 തവണ ആയിക്കഴിഞ്ഞാൽ 4ാമത്തെ തവണ എൻ്റെ ഭാര്യ ആ കസേരയിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് നാണോ വ്യാമോഹം. പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ്. ഏത് പാർട്ടിയാണ്? പാർട്ടി എന്ന് പറഞ്ഞ വ്യക്തിയല്ല. എന്നെ പിന്തുണക്കുന്നത് UDF. സുധാകരൻ പറഞ്ഞത് മാഷ നിലപാട് സ്വന്തം നിലപാടുമായി പോയി ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവും, കോൺഗ്രസ് ചേരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ചിട്ട് പിന്തുണ നൽകിയിട്ടുണ്ട്. 1967 മുതൽ ഇടതിൻ്റെ കുത്തകയാണ് തളിപ്പറമ്പ് മണ്ഡലം. ഇത്തവണ മറ്റൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തളിപ്പറമ്പ് മണ്ഡലം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഇതിൽ ഏറ്റവും പ്രധാന കാരണം TK ഗോവിന്ദൻ മാഷ് ഇത്തവണ UDF പാളയത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നതാണ്. TK ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുകയാണ്. മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തളിപ്പറമ്പ് മണ്ഡലമാണ് കേരളം തന്നെ വലിയ ചർച്ചയായിരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലാണ് ജനങ്ങളിൽ നിന്നുള്ള ഒരു റിപ്ലൈ എങ്ങനെയുണ്ട്? തളിപ്പറമ്പ് മണ്ഡലം LDF മണ്ഡലമായിട്ടാണ് കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനൊരു വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8000 വോട്ടിലേറെ ഭൂരിപക്ഷം സുധാകരൻ UDF സ്ഥാനാർത്ഥി സുധാകരനുണ്ടായി. അപ്പോൾ തന്നെ ഇതൊരു തളിപ്പറമ്പ് ഒരു LDF മണ്ഡലമല്ല, UDFനും മേൽക്കൈയുള്ള മണ്ഡലമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മറ്റ് അവരുടെ സംഘടനാ സ്വാധീനമൊക്കെ വെച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവികാരം LDFനെതിരാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ LDF ഇറക്കിയ സ്ഥാനാർത്ഥി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ്. പലരും ചോദിക്കുന്നത് ഭാര്യ അതിനെ കൊണ്ടെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാനൊരിക്കലും ഒരാളുടെ ഭാര്യയായി പോയതുകൊണ്ട് പൊതുരംഗത്ത് വരാമെന്ന അഭിപ്രായക്കാരനല്ല. പക്ഷേ ഇവിടെയുള്ള ജനവികാരം, ഇവർ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ അത് ഭരണാധികാരികളായിരുന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവമുണ്ട്. അതോടൊപ്പം തന്നെ 3 തവണ MLAയും മന്ത്രിയും ആയിരുന്നിട്ടുള്ള ഗോവിന്ദൻ മാഷ് 4ാമത്തെ തവണ എൻ്റെ ഭാര്യയെ കസേരയിൽ ഇരുത്തണം എന്ന് കാണിച്ച വ്യഗ്രത ജനങ്ങളിൽ വളരെയേറെ അസംതൃപ്തി ഉളവാക്കിയിട്ടുണ്ട്. ജനങ്ങളാകെ എതിർത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ജനങ്ങളെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരാണ്. ജനങ്ങൾ മാത്രമല്ല, ഈ സ്ഥാനാർത്ഥിത്വത്തെ പാർട്ടിയിൽ ഒരു ഘടകം അംഗീകരിച്ചിട്ടില്ല. ഇവരിപ്പോൾ പറയുന്നത് പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ്. ഏത് പാർട്ടിയാണ്? പാർട്ടി എന്ന് പറഞ്ഞ വ്യക്തിയല്ല, പാർട്ടി ഘടകത്തിൻ്റെ തീരുമാനം, പാർട്ടി തീരുമാനം. ഏത് ഘടകമാണ് ഈ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചിട്ടുള്ളതെന്ന് ഇവിടുത്തെ CPMൻ്റെ നേതാക്കന്മാർ പറയട്ടെ. സത്യസന്ധമായി പറയുമെങ്കിൽ ഒരു ഘടകവും അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥിയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിട്ടില്ല, ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ല, മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ല, ഒരു ലോക്കൽ കമ്മിറ്റി സ്ഥാനാർത്ഥി അംഗീകരിച്ചിട്ടില്ല, ഒരു ബൂത്ത് കമ്മിറ്റി സ്ഥാനാർത്ഥി അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെ പാർട്ടിയുടെ CPMൻ്റെ ചരിത്രത്തിൽ താഴെത്തടയിലുള്ള പാർട്ടി മെമ്പർമാർ പോലും അംഗീകരിക്കാത്ത ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായിട്ടില്ല. അത്ര ഒരു സ്ഥാനാർത്ഥിത്വമാണ് അടിച്ചേൽപ്പിക്കുന്നത്. ഇതിനെന്തിനു വേണ്ടി? ഈ ചോദ്യം ഞാൻ ഉന്നയിച്ചത്. പാർട്ടിക്കാകെ വേണ്ടാത്തൊരു സ്ഥാനാർത്ഥി നിങ്ങൾ എന്തിനു അടിച്ചേൽപ്പിക്കുന്നു? ആരുടെ താല്പര്യം? അതിൽ പല താല്പര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഇപ്പം അവർ പറയുന്നത് കാര്യം പാർലമെൻ്ററി മോഹമല്ലെങ്കിൽ താങ്കൾ എന്തിനാണ് മറ്റൊരു പാർട്ടിയിൽ ചേർന്ന് മത്സരിക്കുന്നത് എന്നാണ്. ഒന്ന് പറയാം, പാർലമെൻ്ററി മോഹം എന്ന് പറയുന്നത്, എനിക്ക് 60 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. 1975 അടിയന്തരാവസ്ഥയിൽ ഞാൻ യൂത്തിൻ്റെ നേതാവായിരുന്നു, യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. ഗോവിന്ദൻ മാഷ് ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ഞാൻ ഇവിടുത്തെ സെക്രട്ടറി തളിപ്പറമ്പിൻ്റെ. അന്ന് മുതൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. KK ബിരിയാണി സെക്രട്ടറിയായിട്ടുള്ള ഏരിയ കമ്മിറ്റിയിലും തുടർന്ന് ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ നിരവധിയായ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദ്യം ഇരിക്കൂറിൽ MLA ആകുമ്പോൾ അതിൻ്റെ പ്രധാന ചുമതല പാർട്ടി എന്നെ ഏൽപ്പിച്ചത്. അതിന് ഇന്നും കടന്നപ്പള്ളി പറയും, പരസ്യമായി പറയും, ഗോവിന്ദൻ മാഷാണ് എന്നെ MLA ആക്കിയതെന്ന്. തുടർന്നുള്ള എല്ലാ ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഇരിക്കൂർ മണ്ഡലത്തിൻ്റെയും തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെയും ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരാളാണ്. എൻ്റെ ഈ പ്രായത്തിൽ എവിടെ എപ്പോഴെങ്കിലും എനിക്ക് MLA ആവണമെന്ന് മത്സരിക്കണമെന്നുള്ള മോഹം ഞാൻ പറഞ്ഞിട്ടേയില്ല, പ്രകടിപ്പിച്ചിട്ടുമില്ല, എന്നെ പരിഗണിച്ചിട്ടുമില്ല. അപ്പോഴൊന്നും ഞാൻ ഒരു അസംതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഈ അസംതൃപ്തി പഠിക്കുമ്പോൾ എന്നെ പാർലമെൻ്ററി വ്യാമോഹി എന്നാണ് പറയുക.
എം പി ഗോവിന്ദൻ മാഷെ കാണിച്ചതിന് എന്താ പറയുക, പാർട്ടി പറയട്ടെ, എന്താ പാർലമെൻറ്റ് വ്യാമോഹം? സഖാവ് EMS പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിയുടെ നേതാക്കൾ ഇപ്പോൾ ആലോചിക്കണം. EMS പറഞ്ഞെന്താ അറിയുങ്ങൾ? പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ പാർലമെൻറ്റ് സ്ഥാനത്തോടുള്ള ആ മോഹം മാത്രമല്ല, എൻ്റെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് ഇവരേകായിരിക്കണം പാർലമെൻറ്റിലേക്ക് മത്സരിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് പാർലമെൻറ്റ് വ്യാമോഹം. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്നല്ല. അപ്പോൾ ഇവിടെ വരുന്നത് എന്താ? എൻ്റെ ഭാര്യ. ഇതിനല്ലേ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറയുന്നത്? പാർലമെൻ്ററി വ്യാമോഹം ഇല്ലാത്ത നേതാക്കന്മാർ 3 തവണ MLA മന്ത്രിയൊക്കെ ആയ ഗോവിന്ദൻ മാഷ്ക്ക് ഒരു വ്യാമോഹമില്ല. ഞാൻ ഒഴിഞ്ഞാൽ ആ കാസിൽ എൻ്റെ ഭാര്യയെ ഇരുത്തണം എന്ന് പറയുന്നത് വ്യാമോഹമല്ല. ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തെ എതിർക്കുന്നതാണ് വ്യാമോഹം എന്നാണ് ഇപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നത്. ഞാൻ ബഹുജനങ്ങളോടും എൻ്റെ പാർട്ടി അണികളോടും ചോദിക്കുന്നത്, എന്താണ് പാർലമെൻ്ററി വ്യാമോഹം? 3 തവണ ആയിക്കഴിഞ്ഞാൽ 4ാമത്തെ തവണ എൻ്റെ ഭാര്യ ആ കസേരയിൽ ഇരിക്കണമെന്ന് പറയുന്നതാണോ വ്യാമോഹം? ഈ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെ എതിർക്കുന്നതാണോ വ്യാമോഹം? ജനങ്ങൾ ചിന്തിക്കട്ടെ, തീരുമാനിക്കട്ടെ. 2016 40,000-ലേറെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇവിടുന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചത്. 2021 ഗോവിന്ദൻ മാഷ് മത്സരിക്കുമ്പോൾ അത് 20,000 ചില്ലറയായി കുറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇനി മത്സരിക്കുമ്പോൾ തോൽക്കും എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനെയാണ് പറയുക? ജനങ്ങളിൽ ഈ സ്ഥാനാർത്ഥിത്വത്തോട് വിരോധമുണ്ട്, ഈ സ്ഥാനാർത്ഥി കടുത്ത വിരോധമുണ്ട്. അത് സ്വാഭാവികമായിട്ട് വോട്ടായി വരണം, പ്രതിഷേധം വോട്ടായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ തെറ്റായ രീതി പാർട്ടിയിൽ പിടിമുറുക്കും. ശ്യാമള ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ആവും എന്ന് ഏകദേശം ധാരണയായ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്കെതിരെ ഭയങ്കര പ്രചാരം ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ടോ? അത് ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ അന്ന് ഉണ്ടായിരുന്ന അഭിപ്രായം അതേവഴി തുടരണമെന്നില്ല. എന്തുകൊണ്ടാണ് തുടരണമെന്നില്ല പറയുന്നത്? അഭിപ്രായം മാറിയിട്ടല്ല, പാർട്ടിയിലെ അഭിപ്രായം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പറെയാണ് ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം തളിപ്പറമ്പിൽ ഞാനാണ് ചുമതല നിർവഹിച്ചിട്ടുള്ളത്. മണ്ഡലം സെക്രട്ടേറിയറ്റ് ഇവിടുത്തെ ഇപ്പോഴത്തെ സന്തോഷമാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആകെ നേതൃത്വം കൊടുത്തില്ല ഈ കാലയളവിലെല്ലാം. എന്നാൽ ആ സ്ഥാനത്തിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ പോരാഞ്ഞിട്ട് മറ്റ് സംസ്ഥാന കമ്മിറ്റി P ജയരാജനെയും കൂടി ചുമതലപ്പെടുത്തിയിരിക്കുക. എന്നെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പണിക്ക് എന്നെ കിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല, അതുകൊണ്ട് എനിക്ക് ഈ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 പേർക്ക് ചുമതലയാണ്. എന്തിനാണ് ഈ ചുമതല 2 പേർക്ക്? അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? പച്ച നുണ പാർട്ടിയിൽ പറഞ്ഞ് ഏൽപ്പിച്ച് ഈ വികാരം മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനവർ രക്തസാക്ഷികളുടെ ഉപയോഗിക്കുന്നുണ്ട്, വർഗവഞ്ചകൻ എന്ന വിളിക്കുന്നുണ്ട്. അങ്ങനെ പല പദപ്രയോഗങ്ങളുണ്ട് ഇതിൽ. ആ പദപ്രയോഗങ്ങളെല്ലാം എനിക്കെതിരെ അവർ പ്രയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അത് പ്രയോഗിക്കുന്നത്? അത് പ്രയോഗിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയുള്ള കടുത്ത അസംതൃപ്തി, പാർട്ടിയിലും ബഹുജനങ്ങളിലുള്ള അസംതൃപ്തിയെ മാറ്റിയെടുക്കാൻ എന്നെ ആക്ഷേപിക്കുകയാണ്. ആ ആക്ഷേപമൊന്നും ജനങ്ങളിൽ അത്ര വിശ്വാസം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം വർഗവഞ്ചകൻ എന്ന് പറയുന്നത് ഞാനല്ല. വർഗത്തെ വഞ്ചിച്ച് സ്ഥാനാർത്ഥി നേടിയെടുത്തവരാണ് വർഗവഞ്ചകർ. അതാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത്. എന്താണ് വർഗവഞ്ചന? ആ വർഗവഞ്ചന നടത്തിയവരാണ് അവർ. ഞാൻ ആ വർഗവഞ്ചനക്കെതിരായി നിന്നതിനെ കൊണ്ട ആളാണ്. അതുകൊണ്ട് എന്താ ആക്ഷേപിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല. TK ഗോവിന്ദന് കുടുംബത്തിൻ്റെ കൂടെ പിന്തുണയില്ല എന്നാണ് മറ്റൊരു പ്രചാരണം. എൻ്റെ കുടുംബം മുഴുവൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. രാഷ്ട്രീയമായിട്ട് എൻ്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അവരെല്ലാം എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നാൽ ഒരാൾ പാർട്ടിയുടെ പ്രവർത്തകയായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് പിന്നാലെ നടക്കുന്നുണ്ട്. അത് കവിഞ്ഞെല്ലാം വേണമെങ്കിൽ നമ്മൾ കുടുംബസംഘം കാണിച്ചോളും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ കുടുംബം പൂർണ്ണമായി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ തറവാട്ടിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പോലും ഇന്ന് വളരെ അകന്ന ബന്ധത്തിലുള്ള ആളുകൾ പോലും എന്നെ വിളിച്ച് എനിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് കെട്ടിവെക്കാനുള്ള തുക പോലും എൻ്റെ ബന്ധുക്കൾ എന്നുള്ള നിലക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നും തരാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നവരുണ്ട്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ ആരും എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആരെയും വെല്ലുവിളിക്കാൻ തയ്യാറാണ്. ഒരാളൊഴിച്ച് മുഴുവൻ ആളുകളും എൻ്റെ കുടുംബത്തിൽ 100 കണക്കിന് ആളുകളുള്ളതാണ് എൻ്റെ കുടുംബം. അതിലൊരാളൊഴിച്ച് മുഴുവൻ ആളുകൾ എൻ്റെ കൂടെയുണ്ട്. ഒരു സംശയമില്ല. പാർട്ടിയുടെ ഒരു കോട്ടയിൽ നിന്നാണ് താങ്കൾ ഇങ്ങനെ UDFന് വേണ്ടി മത്സരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീതിയുണ്ടോ? അങ്ങനത്തെ ഭീതി ഒന്നും എനിക്കില്ല. കാരണം എനിക്ക് ഏകദേശം 75 വയസ്സ് കഴിഞ്ഞില്ല. ഇനി എന്ത് സംഭവിക്കാനാ? അങ്ങ് സംഭവിക്കട്ടെ. അങ്ങനെയൊന്നും എൻ്റെ നാട്ടിലെ എൻ്റെ സഖാക്കൾ അങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. കാരണം ഞാൻ അത്രയേറെ സ്നേഹിച്ച, അത്രയേറെ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ,
ഞാൻ പാർട്ടി നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾ, അവരെ ഞാൻ സ്നേഹത്തോടെ അവരോട് ഞാൻ പെരുമാറിയിട്ടുള്ളത്, തിരിച്ച് എന്നോട് പെരുമാറിയിട്ടുള്ളത്, അങ്ങനെയുള്ളതാണ് മലപ്പുറത്തെ എൻ്റെ സഖാക്കൾ. എന്നെ എന്ത് നിങ്ങൾ വർഗ്ഗവഞ്ചകനെന്ന് വിളിച്ചാലും അവർ അതിനനുസരിച്ച് എനിക്ക് നേരിടാൻ എന്നെ നേരിടാൻ വരും എന്നുള്ള യാതൊരു വിശ്വാസവും എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ശ്രമിക്കും. ആരെ ശ്രമിക്കും? അവരല്ല, അവരെ കൊണ്ടത് ചെയ്യിക്കാൻ നേതൃത്വം ശ്രമിക്കും. എല്ലാ കുൽസിത ബുദ്ധിയും ഇവിടെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. പക്ഷേ അതിന് അത്ര എളുപ്പത്തിൽ പാൽപ്പട്ടത്തെ സഹാക്കൾ വിധേയരാകുമെന്ന് കരുതാൻ കഴിയില്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാമോ? എങ്ങനെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രചരണ പ്രവർത്തനം ഇപ്പം ഞങ്ങൾ നാളെ മുതൽ തുടങ്ങുമത്രേ. നാളെ കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്, നാളെ റോഡ് ഷോ ഉണ്ട്. ഇവിടെ പിന്നെ UDFൻ്റെ പ്രവർത്തകർ നല്ല ആവേശത്തിലാണ്. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകന്മാർ വളരെ ആവേശത്തിലാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ കൂടെ സജീവമായി നിൽക്കുകയാണ്. വളരെ ആവേശത്തിലാണ് അവർ നിൽക്കുന്നത്. നാളെ ആ റോഡ് ഷോ അത് പ്രകടമാക്കും. കൺവെൻഷൻ കഴിഞ്ഞ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞാൽ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റികളിലെയും രൂപീകരണവും അതിൻ്റെ കൺവെൻഷനും ഒക്കെ നടക്കും. കെ സുധാകരൻ്റെ പിന്തുണ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സുധാകരനെ കാണാൻ ഞാൻ പോയിരുന്നു. സുധാകരനെ ആരമണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എൻ്റെ സഹാക്കൾ പറഞ്ഞിട്ട് അതിൽ വിരോധം വന്നിട്ടുള്ളവരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വിരോധം? നമ്മുടെ പാർട്ടിയുടെ വലിയ നേതാവ്, നമ്മളൊക്കെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായി കൊണ്ടു നടക്കുന്ന നമ്മുടെ KK രാഗേഷ്, സുധാകരൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ 1.25 ലക്ഷം വോട്ട് സുധാകരന് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത്? രാഗേഷിനല്ലല്ലോ കിട്ടിയത്, സുധാകരനല്ലേ. ആരാ കൊടുത്തത്? നമ്മളെ പാർട്ടിക്കാരല്ലേ കൊടുത്തത്. അവർക്കന്ന് വിരോധമില്ലല്ലോ. ഞാനന്ന് സുധാകരനെതിരായി പ്രവർത്തിക്കുന്ന സമയത്തല്ലേ പാർട്ടിക്കാർ കൊടുത്തിട്ടില്ലേ? സുധാകരനല്ലേ ജയിച്ചത്. MV ജയരാജൻ സമുന്നത നേതാവായിട്ടുള്ള MV ജയരാജൻ മത്സരിച്ചല്ലോ. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയിട്ട് മത്സരിച്ചല്ലോ. സുധാകരനോട് മത്സരിച്ചല്ലോ. 1,40,000 വോട്ടല്ലേ സുധാകരൻ അധികം നേടിയത്. ആ ജനങ്ങളല്ലേ, അത് ജനങ്ങളുടെ നേതാവായിട്ടല്ലേ അയാൾ മാറിയത്. വെറുതെ എന്തെങ്കിലും സുധാകര വിരോധമോ മറ്റെന്തോ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യമുണ്ടോ? ജനങ്ങൾ അയാളല്ലേ അംഗീകരിച്ചത്. എന്നെ പിന്തുണക്കുന്നത് UDFൻ്റെ നേതാവല്ലേ അയാൾ. എന്നെ പിന്തുണക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായി ന്യായമായ മര്യാദയില്ലേ അയാളൊന്ന് പോയി കാണുക എന്നുള്ളത്. അയാൾ പഴയ ഒരു വിധം വെച്ച് നിൽക്കുക. സ്വാഭാവികമായിട്ടും അയാൾ ചെന്നപ്പോൾ അയാൾ എന്നെ സ്വീകരിച്ചു. മാന്യമായ നിലപാട് അയാൾ എന്നോട് സ്വീകരിച്ചു. മാഷ നിലപാടുമായി പോയിക്കോ. ഞാൻ കോൺഗ്രസ് ചേരണമെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചത് മാഷ് എന്താണ് ഇനി നിലപാട് സ്വീകരിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ധരിക്കുക കോൺഗ്രസ് ചേരണമെന്ന് പറയുന്നതല്ല. സുധാകരൻ പറഞ്ഞത് മാഷ നിലപാട് സ്വന്തം നിലപാടുമായി പോയിക്കോ, ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവും. കോൺഗ്രസ് ചേരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സ്വതന്ത്ര നിലപാടാണ്. ആ സ്വതന്ത്ര നിലപാടിനാണ് UDFയിലെ ലീഗും കോൺഗ്രസും എല്ലാം പിന്തുണക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുധാകരനെ പോയി കണ്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തോ മഹാപരാധം ചെയ്യുന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കുന്നത് ബോധപൂർവം ഈ പറയുന്ന വികാരത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ചിട്ട് പിന്തുണ നൽകിയിട്ടുണ്ട്. സാഹിബ് പിന്നെ വളരെ സന്തോഷത്തോടിയിട്ടാണ്, ഞാൻ സ്ഥാനാർത്ഥിയായതിൽ വളരെ സന്തോഷത്തോടിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികം എനിക്ക് പിന്തുണ നിൽക്കുന്നൊരു പാർട്ടി അതിൻ്റെ നേതാക്കന്മാർ വിളിക്കും, ചെന്ന് കാണും. അത് സാധാരണ രീതിയാണ്. എനിക്ക് പിന്തുണ UDF ആണ് നൽകുന്നത്. ഏതായാലും 1967 മുതലുള്ള തളിപ്പറമ്പിലെ ഇടതു ചരിത്രം മാഷക്ക് മാറ്റിക്കുറിക്കാനാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ പറഞ്ഞൊരു വിക്രിയല്ല, എനിക്ക് സാധിക്കുന്ന ഞാൻ എന്തൊരു വിക്രിയല്ല. ഈ തളിപ്പുറം മണ്ഡലത്തെ ജനങ്ങൾ അത് മാറ്റിക്കുറിക്കും. എന്നിട്ട് ഇവിടെ ഒരു പുതിയ ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കും. ഒരു ജനങ്ങളോട് മാന്യമായി അഹങ്കാരമോ ധിക്കാരമോ ഇല്ലാതെ ജനങ്ങളോട് പെരുമാറാൻ പറ്റുന്ന ഒരു MLA ഉണ്ടാവണമെന്ന് ഈ തളിപ്പ് മണ്ഡലം ആഗ്രഹിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ നടപ്പിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.